2 മക്കബായർ 11-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഈ സംഭവങ്ങൾ രാജാവിൻ്റെ രക്ഷകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചിരുന്നവനുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു. അവനുടനെ 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി. നഗരത്തെ ഗ്രീക്ക് അധിനിവേശ സ്ഥലമാക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യം. മറ്റ് ജനതകളുടെ ക്ഷേത്രങ്ങൾക്കെന്നതുപോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവൻ ഉദ്ദേശിച്ചു. ലിസിയാസ് ദൈവശക്തിയെ തൃണവക്തീകരിച്ചെന്ന് മാത്രമല്ല, 10,000 കാലാൾപ്പടകളുടെയും 1000 കുതിരപ്പടകളുടെയും 80 ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിക്കുകയും ചെയ്തു. അവൻ യൂദയയിൽ കിടന്ന ജെറുസലേമിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത് സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു. ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബെയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി. ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണമേ എന്ന കണ്ണീരോടും വിലാപത്തോടും കൂടെ കർത്താവിനോട് അപേക്ഷിച്ചു. ആയുധമെടുത്ത തുമക്കബെയൂസാണ്. സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവർ ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു. ജെറുസലേമിൽ നിന്ന് അകലത്തിൽ നിന്ന് മുൻപ് ധവള വസ്ത്രധാരിയായ ഒരു അശ്വരൂഢൻ സ്വർണ്ണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു. അവർ കൃപാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. മനുഷ്യരെ മാത്രമല്ല, ഘോര മൃഗങ്ങളെയും ഉരുക്കുകോട്ടയെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. കർത്താവിൻ്റെ കൃപാകടാക്ഷം ഉണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകനുണ്ടെന്ന അപ്പം യുദ്ധസജ്ജരായി അവർ മുന്നേറി. ശത്രുക്കളുടെ മേൽ സിംഹങ്ങളെപ്പോലെ ചാടി വീണ് 10,000 കാലാൾപ്പടകളെയും 1600 കുതിരപ്പടകളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്യിപ്പിച്ചു. അധികം പേരും നിരായുധരും മുറിവേറ്റവരുമായിട്ടാണ് ഓടിപ്പോയത്. ലിസിയാസ് തന്നെയും അപഹാസ്യമായി പലായനം ചെയ്താണ് രക്ഷപ്പെട്ടത്. എന്നാൽ ലിസിയാസ് ബുദ്ധിഹീനനായിരുന്നു. തനിക്ക് നേരിട്ട പരാജയത്തെക്കുറിച്ച് അവൻ ആലോചിച്ചു. സർവശക്തനായ ദൈവം ഹെബ്രായ വിശുദ്ധ പോരാടിയതിനാലാണ് തനിക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയാഞ്ഞതെന്ന് അവൻ മനസ്സിലാക്കി. തുടർന്ന് അവൻ ഹെബ്രായർക്ക് രാജാവിൻ്റെ മൈത്രി നേടിക്കൊടുക്കാമെന്ന ഉറപ്പ് കൊടുത്തുകൊണ്ട് നീതിപൂർവമായ വ്യവസ്ഥകളിൽ ഒത്തുതീർപ്പിന് തയ്യാറാകാൻ ഒരു സന്ദേശം അയച്ച് അവരെ പ്രേരിപ്പിച്ചു. മക്കബയസ് യഹൂദർക്ക് വേണ്ടി ലിസിയാസിന് രേഖാമൂലം സമർപ്പിച്ച അഭ്യർത്ഥനകൾ ഓരോന്നും രാജാവ് അനുവദിച്ചു. ലിസിയാസ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മക്കബയോസ് പൊതു നന്മയിലുള്ള താല്പര്യ നിമിത്തം സമ്മതിച്ചു. ലിസിയാസ് യഹൂദർക്ക് ഇപ്രകാരം ഒരു കത്തെഴുതി: യഹൂദ ജനതയ്ക്ക് ലിസിയാസിൻ്റെ അഭിവാദനങ്ങൾ. നിങ്ങൾ അയച്ച യോഹന്നാനും അബ്സലോമും നിങ്ങൾ ഒപ്പിട്ട കത്ത് ഞങ്ങളെ ഏൽപ്പിക്കുകയും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയും ചെയ്തു. രാജാവിനെ അറിയിക്കേണ്ട കാര്യങ്ങളെല്ലാം അവൻ അറിയിച്ചു. സാധ്യമായതെല്ലാം രാജാവ് അനുവദിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഭരണകൂടത്തോട് കൂറു പുലർത്തിയതാൽ ഭാവിയിൽ നിങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ഞാൻ പരിശ്രമിക്കാം. ഈ കാര്യങ്ങളെക്കുറിച്ച് അവയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങളോട് കൂടി ആലോചന നടത്താൻ ഇവരോടും എൻ്റെ പ്രതിനിധികളോടും ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് ദിയോസ് കൊറിന്തിയോസ് 24-ാം ദിവസം. രാജാവിൻ്റെ കത്തിപ്രകാരമായിരുന്നു: അന്ത്യോഖസ് രാജാവിൽ നിന്ന് തൻ്റെ സഹോദരൻ ലിസിയാസിന് മംഗളാശംസകൾ. നമ്മുടെ പിതാവ് ദേവന്മാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞു. പ്രജകൾ നിർവിഘ്നം ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഗ്രീക്ക് ആചാരങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ട് നമ്മുടെ പിതാവ് യഹൂദർക്ക് നൽകിയ കൽപ്പന അവർക്ക് സ്വീകാര്യമല്ലെന്നും സ്വന്തം ജീവിത സമ്പ്രദായങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നെന്നും അവ പിന്തുടരാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കണമെന്നും നാം കേട്ടിരിക്കുന്നു. ഈ ജനതയും പ്രതിബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതിനാൽ അവരുടെ ദേവാലയം തിരിച്ചേൽപ്പിക്കണമെന്നും പൂർവിക ആചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കണമെന്നും നാം ആജ്ഞാപിക്കുന്നു. അവർ നമ്മുടെ നയം മനസ്സിലാക്കി സ്വകൃത്യങ്ങൾ സന്തുഷ്ടിയോടെ അനുഷ്ഠിക്കേണ്ടതിന് നീ അവരെ ഈ സൗഹൃദ വാഗ്ദാനങ്ങൾ അറിയിക്കുന്നത് ഉചിതമായിരിക്കും. രാജ്യവാസികളെല്ലാവർക്കുമായി രാജാവ് എഴുതിയ കത്ത് ഇപ്രകാരമായിരുന്നു: യഹൂദരുടെ ആലോചനാ സഭയ്ക്കും മറ്റ് യഹൂദർക്കും അന്ത്യോക്യസ് രാജാവിൻ്റെ അഭിവാദനങ്ങൾ.
നിങ്ങൾക്ക് സുഖമാണെങ്കിലും നാം കൃതാർത്ഥനാണ്. നമുക്ക് ക്ഷേമം തന്നെ. വീടുകളിലേക്ക് മടങ്ങാനും സത്കൃത്യങ്ങളിൽ വ്യാപൃതരാകാനും നിങ്ങൾ ഇച്ഛിക്കുന്നതെന്ന് മെനേലാവൂസ് നമ്മെ അറിയിച്ചിരിക്കുന്നു. താന്തിക്കൂസിൻ്റെ 30-ാം ദിനത്തിനു മുമ്പ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവർക്കെല്ലാം നമ്മുടെ മൈത്രി ഉണ്ടായിരിക്കും. തങ്ങളുടെ ഭക്ഷണ രീതിയും നിയമങ്ങളും തുടർന്നും പാലിക്കാൻ യഹൂദർക്ക് പൂർണ്ണ അനുവാദം നൽകിയിരിക്കുന്നു. അറിയാതെ ചെയ്ത തെറ്റിന് ആരെയും അലട്ടുന്നതല്ല. നിങ്ങൾക്ക് ധൈര്യം പകരാൻ മെനേലാവൂസിനെ അങ്ങോട്ട് അയച്ചിരിക്കുന്നു. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് ഹെക്സാന്തിക്കൂസ് 15-ാം ദിവസം. റോമാക്കാരും യഹൂദർക്ക് ഒരു കത്തയച്ചു. റോമാക്കാരുടെ പ്രതിനിധികളായ ക്വെന്തൂസ് മെത്തിയൂസ്, തീത്തൂസ് മാനിയൂസ് എന്നിവരിൽ നിന്ന് യഹൂദർ ജനതയ്ക്ക് അഭിവാദനങ്ങൾ. രാജബന്ധുവായ ലിസിയാസ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ഞങ്ങളും അംഗീകരിക്കുന്നു. എന്നാൽ ചില കാര്യങ്ങൾ അവൻ രാജാവിൻ്റെ തീരുമാനത്തിന് വിട്ടിട്ടുണ്ടല്ലോ. അവയെക്കുറിച്ച് അവധാനപൂർവ്വം ആലോചിച്ച് എത്രയും വേഗം ഒരു ദൂതനെ അയച്ച് വിവരം ഞങ്ങളെ അറിയിച്ചാൽ നിങ്ങൾക്ക് യോജിച്ച നിർദ്ദേശങ്ങൾ ഉന്നയിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ അന്ത്യോക്യയിലേക്ക് പുറപ്പെടുകയാണ്. അതിനാൽ നിങ്ങളുടെ തീരുമാനങ്ങൾ എന്തൊക്കെയെന്ന് ദൂതൻ മുഖേന ഉടനെ അറിയിക്കുവിൻ. മംഗളം ഭവിക്കട്ടെ. 148-ാം ആണ്ട് ഹെക്സാന്തിക്കൂസ് 15-ാം ദിവസം. 2 മക്കബായർ 12-ാം അധ്യായം 1 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. ഉടമ്പടി ഉണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിൻ്റെ അടുക്കലേക്കും യഹൂദർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി. എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കനോറും മറ്റു ദേശാധിപതികളുമായ തിമോത്തിയോസ്, ഗനയൂസിൻ്റെ പുത്രൻ അപ്പോളോണിയോസ്, ഹിയറോണിമോസ്, ഡമോഹോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല. ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു. തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു. യഹൂദരോട് വിരോധമൊന്നുമല്ലെന്ന് അവർ നടിച്ചു. ശത്രു പൊതുസമ്മതപ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത്. അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ അപകടശങ്കയെന്നേ ക്ഷണം സ്വീകരിച്ചു. 200ഓളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറംകടലിലേക്ക് നയിച്ച് മുക്കിക്കൊന്നു. തൻ്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി. നീതിയൊറ്റ വിധിയാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളിയെ ആക്രമിച്ചു. രാത്രി തുറമുഖത്തിന് തീ വയ്ക്കുകയും വഞ്ചികൾ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയവരെല്ലാം വധിക്കുകയും ചെയ്തു. നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന് ജോപ്പവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി. എന്നാൽ യാബ്നിയാക്കാരും തങ്ങളുടെ മധ്യ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നെന്ന് അവൻ അറിഞ്ഞു. അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീ വയ്ക്കുകയും ചെയ്തു. തീജ്വാലയുടെ പ്രകാശം 240 സ്തന്തതിയോൺ അകലെ ജെറുസലേമിൽ ദൃശ്യമായിരുന്നു. പിന്നീട് അവർ തിമോത്തിയോസിനെ എതിരെ 9 സ്താദിയോണിലധികം മുന്നേറിയപ്പോൾ 5000-ലേറെ കാലാൾ പടയാളികളോടും 500-ൽ പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു. ഉഗ്രമായ പോരാട്ടത്തിന് ശേഷം ദൈവസഹായത്താൽ യൂദാസും സൈന്യവും വിജയം നേടി. അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു. കന്നുകാലികളെ നൽകാമെന്നും മറ്റ് എല്ലാവിധത്തിലും ജനത്തെ സഹായിക്കണമെന്നും അവർ വാഗ്ദാനം ചെയ്തു. തീർച്ചയായും അവരെ കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടായിരിക്കുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി. സഖ്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങി. അനന്തരം യൂദാസ് കോട്ട കൊത്തളങ്ങളാൽ ബലിഷ്ഠവും വിവിധ വർഗക്കാരായ വിജാതീയർ വസിച്ചിരുന്നതുമായ കാസ്പിൻ നഗരം ആക്രമിച്ചു. കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിക്കുന്ന നഗരവാസികൾ യൂദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു. എന്നാൽ യൂദാസും സൈന്യവും യന്ത്രമുട്ടുകളോട് മറ്റ് യുദ്ധ ഉപകരണങ്ങളോടോ കൂടാതെ ജോഷയുടെ കാലത്ത് ജെറീക്കോയെ നിലം പതിപ്പിച്ച് ലോകാധിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു. ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി.
അസംഖ്യം പോരെ വധിച്ചു. തൊട്ടടുത്തുള്ളതും 2 സ്തതിയോൻ വീതിയുമുള്ളതുമായ കവാടത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു. അവിടെ നിന്ന് 760 സ്തതിയോൻ ചെന്നപ്പോൾ കരാക്സിൽ തുബിയാനി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി. തിമോത്തിയോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല. ശക്തമായ കാവൽ സേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം വിട്ടിരുന്നു. മക്കബേയൂസിന്റെ കീഴിലുണ്ടായിരുന്ന ദോസിതേവൂസ്, സോസിപാഥർ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച ശക്തി ദുർഗങ്ങളിൽ തിമോത്തിയോസ് നിർത്തിയിരുന്ന 10,000 പേർ പടയാളികളെ കൊന്നു. മക്കബേയു സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിന് ശേഷം 1,20,000 കാലാൾപ്പടകളും 2,500 കുതിരപ്പടകളോടുമൊത്ത് പലായനം ചെയ്ത് തിമോത്തിയോസിനെ അനുധാവനം ചെയ്തു. യൂദാസ് അടുത്തു വരുന്നതെന്ന് അറിഞ്ഞ തിമോത്തിയോസ് സ്ത്രീകളെയും കുട്ടികളെയും ഭണ്ഡാരങ്ങളോടൊപ്പം കർണായിം എന്ന സ്ഥലത്തേക്ക് അയച്ചു. എന്തെന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ മാർഗങ്ങളോട് കൂടിയതും ദുർഗമവും ആയതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു. യൂദാസിന്റെ സൈന്യത്തിൽ ആദ്യ ഗണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശിയായവന്റെ ദർശനത്തിൽ ഭയവിഹ്വലരായി ഇടം വല നോക്കാതെ ചിതറിപ്പോവുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽപ്പിക്കുകയും ചെയ്തു. യൂദാസ് ആവേശപൂർവ്വം പിന്തുടർന്ന് ആ പാപികളെ വാൾനിരയാക്കി. 30,000-ഓളം പേർ വധിക്കപ്പെട്ടു. ദോസിതേവൂസിന്റെയും സോസിപത്തിസിന്റെയും സൈന്യത്തിന്റെ പിടിയിൽ തിമോത്തിയോസ് അകപ്പെട്ടു. എന്നാൽ അവൻ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തൻ്റെ അധീനതയിലുണ്ടെന്നും അവർക്ക് ഒരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവ്വം വ്യാജം പറഞ്ഞു തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്നും അപേക്ഷിച്ചു. തങ്ങളുടെ സഹോദരരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോത്തിയോസ് ഉറപ്പു കൊടുത്തിരുന്നതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവൻ വിട്ടയച്ചു. അനന്തരം യൂദാസ് കർണായിമിനും അദർഗാത്തീസ് ക്ഷേത്രത്തിനുമെതിരെ പട നയിച്ച് 25,000 പേരെ വധിച്ചു. അവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആടുകളുടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിനെതിരെ നീങ്ങി. കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി പാർത്തു. അവരെ എതിർത്തു. അവിടെ യുദ്ധ ഉപകരണങ്ങളും ചുഴറ്റ് ചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വച്ചിരുന്നു. എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തനെ വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി. അവിടെ ഉണ്ടായിരുന്നവരിൽ 25,000-ഓളം പേരെ വധിച്ചു. അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജെറുസലേമിന് 600 സ്തതിയോൻ അകലെയുള്ള സ്കീത്തോപോളീസിലേക്ക് തിടുക്കത്തിൽ പോയി. അവിടെ താമസിച്ചിരുന്ന യഹൂദർ സ്കീത്തോപോളീസിലെ ജനങ്ങൾക്ക് തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്ക് നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകി. അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ ജെറുസലേമിലേക്ക് അവർ മടങ്ങി. ബെന്തക്കോസ്ത് തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ഇദുമിയയുടെ അധിപതിയായ ഗോർജിയാസിനെതിരെ നീങ്ങി. അവൻ 3,000-ഓളം കാലാൾപ്പടകളോടും 400 കുതിരപ്പടകളോടുമൊത്ത് അവർക്കെതിരെ വന്നു. ആ ഏറ്റുമുട്ടലിൽ ഏതാനും യഹൂദർ നിലം പതിച്ചു. അപ്പോൾ ബഖേനോറിന്റെ അനുയായിയും ബലിഷ്ഠമായ ദോസിതേവൂസ് അശ്വരൂഢനായ വന്ന ഗോർജിയാസിനെ കടന്നുപിടിച്ചു. ആ ശപിക്കപ്പെട്ടവനെ ജീവനോടെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിച്ച അവന്റെ മേലങ്കിയിൽ പിടിച്ച് വലിച്ചെഴുപ്പിച്ചു. അപ്പോൾ സ്ത്രാസിക്കാരനായ ഒരു കുതിരപ്പടയാളി ചാടി വീണ് ദോസിതേവൂസിന്റെ കരം ഛേദിച്ചു കളഞ്ഞു. ഗോർജിയാസ് രക്ഷപ്പെട്ട് മിരീസയിലെത്തി. യസ്ത്രീദിസും കൂട്ടരും വളരെ നേരം പോരാടി. ക്ഷീണിച്ചപ്പോൾ കർത്താവാണ് തങ്ങളുടെ സഹായകനും യുദ്ധനായകനുമെന്ന് തെളിയിക്കാൻ യൂദാസ് അവിടുന്ന് വിളിച്ചപേക്ഷിച്ചു. അനന്തരം അവൻ പിതാക്കന്മാരുടെ ഭാഷയിൽ കീർത്തനങ്ങൾ ആരംഭിച്ച് പോർവിളി നടത്തിക്കൊണ്ട് അപ്രതീക്ഷിതമായ സമയത്ത് ഗോർജിയാസിന്റെ സേനയെ ആക്രമിച്ച് അവരെ തുരത്തി. യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി അദുല്ലാം നഗരത്തിലേക്ക് പോയി. 7-ാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സാബത്ത് ആചരിച്ചു. യുദ്ധത്തിൽ മൃതി അടഞ്ഞവരെ പിതൃകുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായിലെ വിഗ്രഹങ്ങളുടെ ചിഹ്നം
ആലേഖനം ചെയ്ത് തകിടുകൾ കണ്ടു. യഹൂദർക്ക് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവൻ മരിക്കാൻ കാരണം അതാണെന്ന് അവർക്ക് വ്യക്തമായി. നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുവാനുമായ കർത്താവിൻ്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചെന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്മ വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിയായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പുനരുദ്ധാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവും ആകുമായിരുന്നു. എന്നാൽ ദൈവഭക്തിയോട് മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്ക് വേണ്ടി പാപപരിഹാര കർമ്മം അനുഷ്ഠിച്ചു.